ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉരുളൻകിഴങ്ങ് സ്റ്റൂ ആണ്. അത് സദ്യയിലൊക്കെ നമ്മൾ വെളുത്ത കളറിലൊരു കറി കണ്ടിട്ടില്ലേ, ഉരുളൻകിഴങ്ങിൻ്റെ. അപ്പോൾ ആ കറിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന, അധികം എരിവും മസാലകളൊന്നും ഇല്ലാത്തൊരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ, വായോ. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ചെറിയ മീഡിയം സൈസ് ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ അരമുറി നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും വേണം കേട്ടോ. പിന്നെ 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. 2 പച്ചമുളക് നെടുക ഇങ്ങനെ പിളർത്തി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പെട്ടെന്ന് കറി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലാണ് വേവിക്കണേ. അപ്പോൾ നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നാളികേരത്തിൻ്റെ 2-ാം പാല് ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം കേട്ടോ. നമുക്ക് കുക്കറിലല്ലാണ്ട് നോർമൽ പാത്രത്തിൽ അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ വേവിക്കാം. ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കണേ. അപ്പോൾ ഒരു 2 വിസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങിൻ്റെ വേവ് അനുസരിച്ച് വിസിലിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. കുക്കർ തുറക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോമിലായിരിക്കും കാണുന്നത്. പിരിഞ്ഞൊന്നും പോയതല്ല കേട്ടോ, അത് കുക്കർ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നതുകൊണ്ട് അങ്ങനെ ആയി പോണതാണ്. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ നോർമലി വേവിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വേവിച്ചിട്ട് അത് കറി കേടാവൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്നുള്ളൊരു ഇതിലാണ് കുക്കറിൽ വേവിക്കണേ. എന്നിട്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് എല്ലാം അല്ല, ഒരു കുറച്ചൊക്കെ നമ്മൾ ഈ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അത് കറി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ച് ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ 1-ാം പാല് 2-ാം പാല് എന്നൊക്കെ പറയുന്നത് നാളികേരം നമ്മൾ അരയ്ക്കുമ്പോൾ ആദ്യം അരയ്ക്കുന്ന പാലാണ്. ആദ്യം അരച്ചിട്ട് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരച്ചെടുക്കുന്ന ആ ഒരു പാലിനെയാണ്, തേങ്ങാപ്പാലിനെയാണ് നമ്മൾ 1-ാം പാലെന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പിഴിഞ്ഞെടുത്തത് ഒന്നും കൂടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും. അതിനെയാണ് 2-ാം പാലെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചാണ് ഉരുളൻകിഴങ്ങ് വേവിച്ചത്. എന്നിട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുക്കറിൽ വേവിച്ചുകൊണ്ടാണ് കേട്ടോ വേപ്പില ഇട്ട് കൊടുക്കാഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് വേപ്പിലിട്ട് വേവിക്കാം. ഈ ടൈമിൽ ഞാൻ വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1-ാം പാൽ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, സിമ്മിൽ വെച്ചിട്ട് 1-ാം പാൽ ആഡ് ചെയ്യുക. അതേപോലെ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് അധികം നേരം ഇങ്ങനെ വെട്ടി തിളയ്ക്കേണ്ട, ചെറിയൊരു തിള വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കറി ഓഫ് ചെയ്യാം. നമ്മളുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുഴപ്പമില്ല, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒഴിക്കാറുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ കറി ഇറക്കി വെക്കാം കേട്ടോ. ഓഫ് ചെയ്യാം. തീ അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കാരണം ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ട് കട്ടയായി പോവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, കാരണം അധികം എരിവും മസാലകളൊന്നും ഇല്ലാത്തൊരു കറിയാണ്. നമുക്ക് അതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. പിന്നെ തലേദിവസം നമുക്ക് ഈ കറി ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നാളികേരം പാൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തലേദിവസം കറി ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. സദ്യയുടെ അന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം.